പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ വിദ്യാർത്ഥികൾക്ക് കുടിശ്ശികയുള്ള 67.87 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. പട്ടികജാതി വിഭാഗത്തിൽ 15.76 കോടി രൂപയും പിന്നാക്ക വിഭാഗത്തിൽ 43.33 കോടി രൂപയുമാണ് അനുവദിച്ചത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിന് 8.78 കോടി രൂപയും അനുവദിച്ചു. സ്കോളർഷിപ്പ് കുടിശ്ശിക സംബന്ധിച്ച് 24 വാർത്തയെ തുടർന്നാണ് നടപടി. 24 ഇമ്പാക്ട് വിനിത വിജി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതിൽ നടപടി എത്തിയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ? വിനിത വിജിയുടെ ഫോൺ ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വിനിത നമുക്കൊപ്പം ചേരും. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കാര്യം വിനിത വിജി തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഈ പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികൾ, റിസർച്ച് സ്കോളേഴ്സ്, അവരുടെയൊക്കെ തന്നെ ലഭിക്കാനുള്ള ഈ തുക കിട്ടാത്തതുകൊണ്ട് വലിയ കഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് തന്നെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ വിദ്യാർത്ഥികൾക്ക് കുടിശ്ശികയുള്ള തുക അത് 67.87 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ 15.76 കോടിയും പിന്നാക്ക വിഭാഗത്തിൽ 43.33 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. വിനിത, കേൾക്കാമെങ്കിൽ എന്തെല്ലാമാണ് കൃത്യമായ വിവരങ്ങൾ? തീർച്ചയായും സ്മിത, ഏറെ അഭിമാനിക്കാം. ബുദ്ധിമുട്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർത്തയാക്കിയിരുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ഹോസ്റ്റൽ ഫീസ് അവർക്ക് മുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തുടർ പഠനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത്. പലർക്കും ഇപ്പോഴും ഈ കോളേജുകളിൽ മറ്റും ഫീസ് അതിങ്ങനെ തുക പെൻഡിംഗ് ആയി കിടക്കുകയാണ്. അവരുടെ ഒരു സാമ്പത്തികമായി നിൽക്കുന്ന പിന്നോക്കാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ആ തുക പോലും അടയ്ക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പഠനം പകുതി വഴി ഉപേക്ഷിച്ച് മടങ്ങുന്നതെന്നൊക്കെ അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഇടപെടൽ എന്നത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ശരി വിനിത, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിന് 8.78 കോടി രൂപയും ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്കോളർഷിപ്പ് കുടിശ്ശിക സംബന്ധിച്ച 24ന്റെ വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. 24 ഇമ്പാക്ട് വിനിത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.